പാലക്കാട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ബി.ജെ.പിയുടെ കേരള ഘടകത്തിൽ വല്ലാതെ ഉരുൾപൊട്ടൽ സംഭവിക്കുന്നു. എല്ലാവരുടെയും വിരൽ ചൂണ്ടുന്നത് പ്രസിഡന്റ് കെ സുരേന്ദ്രൻ്റെ നേർക്കാണ്. പരാജയത്തിൻ്റെ ഏക ഉത്തരവാദി കെ സുരേന്ദ്രനാണ് എന്ന വിധത്തിലുള്ള പ്രതികരണങ്ങളാണ് ഇപ്പോൾ ബി.ജെ.പിക്കകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏകദേശം നമ്മൾ കണക്ക് നോക്കുമ്പോൾ ഒരു നിഷ്പക്ഷമായി ചിന്തിക്കുകയാണെങ്കിൽ സുരേന്ദ്രൻ്റെ ഉത്തരവാദിത്വം അത് പ്രധാനം തന്നെയാണ്. സുരേന്ദ്രനാണ് പരാജയത്തിന് കാരണവും എന്ന് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനെയാണ് എന്ന് വിലയിരുത്തുന്നതിനേക്കാൾ അധികം സുരേന്ദ്രന് ഉത്തരവാദിത്വമുണ്ട് എന്ന് പറയാതെ ഇരിക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഇനി ഒരു MP ഉണ്ടായി ജയിച്ചുവെന്നും വോട്ടുകൾ 20% ഉയർത്താൻ കഴിഞ്ഞുവെന്നുള്ള നേട്ടങ്ങളെല്ലാം നിൽക്കുമ്പോഴും അതെല്ലാം സുരേന്ദ്രൻ്റെ കിരീടത്തിലെ പൊൻതൂവലുകൾ തന്നെയാണ്. ഒരു MP-യെ ജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു. അതല്ലെങ്കിൽ വരുന്ന ഓരോ കാലഘട്ടത്തിലും കഴിഞ്ഞ 6 വർഷക്കാലം തൻ്റെ പ്രസിഡന്റ് കാലഘട്ടത്തിൽ ബി.ജെ.പിയുടെ വോട്ടിംഗ് നിലവാരം 20% എത്തിക്കാൻ കഴിഞ്ഞു എന്നതും അദ്ദേഹത്തിൻ്റെ നേട്ടം തന്നെയാണ്. പക്ഷേ പാലക്കാട് ഒരൊറ്റ നിയമസഭാ മണ്ഡലത്തിലെ ഒരൊറ്റ തെരഞ്ഞെടുപ്പ് ഫലം ഇതിൻ്റെ നേട്ടങ്ങളെല്ലാം ഇല്ലാതാക്കുകയാണ് എന്നത് പരമാർത്ഥം തന്നെയാണ്. കാരണം പാലക്കാട് അത്തരത്തിൽ പിന്നോക്കം പോകേണ്ട, ബി.ജെ.പിക്ക് ഒരിക്കലും പുറകോട്ട് പോകേണ്ട ഒരു മണ്ഡലമല്ല. രാഷ്ട്രീയമായിട്ട് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് വിശകലനം ചെയ്യുമ്പോൾ പലപ്പോഴും ഞാൻ തന്നെ നിങ്ങളുടെ മുന്നിൽ വന്ന് ഈ വീഡിയോ ചെയ്തിട്ടുണ്ട്. അവിടെ ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഏറ്റവും അധികം വാർത്തകൾ പാലക്കാടുമായി ബന്ധപ്പെട്ടും അതും ബി.ജെ.പിയുടെ ആ പാലക്കാട്ടത്തെ പരാജയത്തിൻ്റെ കാരണങ്ങൾ ഞാൻ നിരവധി തവണ നിങ്ങളുടെ മുന്നിൽ വീഡിയോ അവതരിപ്പിച്ചു. കാരണം പാലക്കാട് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കാണുന്ന തരത്തിലുള്ള ഒരു പരാജയം സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഇതിന് ഉത്തരവാദിത്വം സുരേന്ദ്രൻ തന്നെയാണ്. എന്തായാലും സുരേന്ദ്രൻ രാജിവെക്കാൻ തീരുമാനിച്ചു എന്ന സന്നദ്ധത അറിയിച്ചു. അത് കേന്ദ്രത്തിനോട് സന്നദ്ധത അറിയിച്ചു എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്നവരും അത് പറയുന്നുണ്ട്. എന്നാൽ കേന്ദ്രം അത് വേണ്ട, അതങ്ങനെ ഇരുന്നോട്ടെ, പ്രസിഡന്റായിട്ട് തുടർന്നോളൂ എന്ന് കേന്ദ്രത്തിൽ നിന്ന് നിർദ്ദേശം കിട്ടിയതായും ഇതോടൊപ്പം തന്നെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരും പറയുന്നുമുണ്ട്. ഇവിടെയാണ് നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് സുരേന്ദ്രൻ വാർത്താ സമ്മേളനം നടത്താൻ പോകുന്നു എന്നതാണ് കിട്ടുന്ന വിവരം. അങ്ങനെ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ എന്താണ് സുരേന്ദ്രൻ പറയാൻ പോകുന്നത് എന്ന് കേരള രാഷ്ട്രീയം കാതോർക്കുക തന്നെയാണ്. എന്തായാലും കെ സുരേന്ദ്രൻ്റെ ഈ പൊളിറ്റിക്കൽ കരിയറിൽ ഏറ്റവും അധികം പ്രതിസന്ധി അല്ലെങ്കിൽ ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരിതാണ് പാലക്കാട്ട് കൃഷ്ണകുമാറിനെ വീണ്ടും മത്സരിച്ചപ്പോൾ ഒരുപക്ഷെ കഴിഞ്ഞ 2-3 തവണ പരാജയപ്പെട്ട കൃഷ്ണകുമാറിന് ഓ രാജഗോപാലിന് കിട്ടിയതുപോലുള്ള ഒരു സിമ്പതി കൂടുതൽ കിട്ടേണ്ടതായിരുന്നു. മാത്രമല്ല നിയമത്തെ പോലെയല്ല, അവിടെ നഗരസഭ ഭരിക്കുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടിക്ക് നഗരസഭയിൽ പോലും ലീഡ് നിലനിർത്താൻ കഴിയാതെ കഴിഞ്ഞ തവണത്തേക്കാൾ ലീഡ് കുറയ്ക്കേണ്ടി വന്ന അവസ്ഥ നിൽക്കുമ്പോൾ ഈ ഭരണവിരുദ്ധ വികാരം, നഗരസഭയുടെ ഭരണവിരുദ്ധ വികാരം ഈ ബി.ജെ.പിക്ക് ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. എന്തായാലും രാഷ്ട്രീയമായിട്ട് ബി.ജെ.പിക്ക് ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയതാണ്. കാരണം ഈ പരാജയ കാരണങ്ങൾ പല നേതാക്കന്മാരോടും മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ പ്രസിഡന്റിനോട് ചോദിക്കൂ എന്ന് പറഞ്ഞ് എല്ലാവരും പ്രസിഡന്റിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. വി മുരളീധരൻ പോലും, അതുപോലെ PR ശിവശങ്കരൻ പ്രമുഖ നേതാവ്, പാലക്കാട്ടിൻ്റെ തെരഞ്ഞെടുപ്പിൽ വളരെ സജീവമായി നിന്ന ആള്, അതുപോലെ സന്ദീപ് വചസ്പതി, ഇങ്ങനെ തുടങ്ങിയ പ്രമുഖരായ പല ബി.ജെ.പി പ്രവർത്തകരും നേതാക്കളും പ്രസിഡന്റിനോട് ചോദിക്കൂ എന്ന് പറയുമ്പോൾ പ്രസിഡന്റിന് പറയാതിരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അതുകൊണ്ടായിരിക്കാം ഇന്ന് ഉച്ചയ്ക്ക് പ്രസിഡന്റ് വാർത്താ സമ്മേളനം നടത്തുന്നത്. നാളെ എറണാകുളത്ത് പ്രത്യേക നേതൃത്വ യോഗം കൂടാനിരിക്കുമ്പോഴാണ് അതിനു മുന്നോടിയായി എല്ലാവരും പ്രസിഡന്റിനോട് ചോദിക്കൂ എന്ന് വിരൽ ചൂണ്ടിയത് കൊണ്ട് പ്രസിഡന്റിന് പറയാതിരിക്കാൻ കഴിയാത്ത അവസ്ഥയായിരിക്കാം. എന്തായാലും നമുക്ക് ഉച്ച വരെ കാത്തിരിക്കാം കെ സുരേന്ദ്രൻ എന്താണ് പറയുന്നത് എന്ന്.